കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലാ കളക്ടറേറ്റിൽ ഇന്ന് അവലോകന യോഗം ചേരുന്നുണ്ട്. നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുമെന്ന് കോഴിക്കോട് ബ്യൂറോ. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ നൽകും. കോഴിക്കോട് നിന്ന് അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ വളരെ പെട്ടെന്ന്. SKN ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിലങ്ങാട് മേഖലയിൽ എത്തിയിരുന്നു. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളുടെ കണക്ക്, അവിടെ ഏതൊക്കെ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി, എത്രയാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്നതിനെക്കുറിച്ചുള്ള ഒരു കണക്ക് അവർ ശേഖരിച്ചിട്ടുണ്ട്. കണക്കെടുപ്പ് ഇപ്പോഴും തുടരുന്നുമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു അവലോകന യോഗം ഇന്ന് കളക്ടറേറ്റിൽ ചേരുന്നത്. ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഈ അവലോകന യോഗത്തിന് ശേഷം കൃത്യമായ ഒരു ധാരണ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പുനരധിവാസം ഒക്കെ നടത്തേണ്ടതുണ്ട്. ഇതിലൊരു ധാരണ ഉണ്ടാകുമെന്നുള്ളതാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 12 കോടിയോളം രൂപയുടെ കൃഷിനാശം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന പ്രാഥമികമായ വിവരങ്ങൾ. ഒപ്പം തന്നെ 50-ലധികം വീടുകൾ പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി തീർന്നിട്ടുണ്ട്. കൂടാതെ പാലങ്ങൾ, ആ രീതിയിൽ ഗതാഗത സൗകര്യങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട്. ഈ കളക്ടറേറ്റിൽ നടക്കുന്ന മീറ്റിംഗിന് ശേഷം 11-ന് മന്ത്രിതലത്തിൽ ഒരു യോഗം നടത്തുന്നുണ്ട്. ഇതിനൊക്കെ ശേഷമായിരിക്കും ഏതൊക്കെ രീതിയിലുള്ള പുനർനിർമ്മാണ പാക്കേജുകളാണ് വിലങ്ങാടിന് പ്രഖ്യാപിക്കേണ്ടത് എന്ന കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. ഏതായാലും ആ കാര്യത്തിൽ ഉൾപ്പെടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ നാട്ടുകാർ. SK.